ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സാറ്റർഡേ ഫുൾ ഡേ റുട്ടീനാണ്. അപ്പോൾ രാവിലെ തന്നെ ഇന്ന് നടക്കാനൊക്കെ ഇന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നാട്ടിലൊക്കെ പോയതിന് ശേഷം നന്നായിട്ട് വണ്ണം വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് വെച്ചിങ്ങനെ നടക്കാനൊക്കെ പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ശരിക്കും തലേ ദിവസം ഈ ചിയ സീഡ്സ് ഉണ്ടല്ലോ, ഇത് വെള്ളത്തിലിടണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ശരിക്കും ഞാൻ മറന്നു പോയതാണ്. അപ്പോൾ അന്ന് രാവിലെ ഞാൻ എണീറ്റ ഉടനെ തന്നെ വെള്ളത്തിലത് ഇട്ടു. അത് ചെറു ചൂടുള്ള വെള്ളത്തിലിട്ടിട്ട് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അത് കുതിർത്തി എടുത്തിട്ടുള്ള ആ ചിയ സീഡില്ലേ, അത് കഴിച്ചിട്ടാണ് ഞാൻ നടക്കാനായിട്ട് പോയത്. ഹസ്ബൻഡിന് വേറെ ഡ്രിങ്കാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഞാൻ മുന്നത്തെ ഏതൊരു വ്ളോഗിൽ അത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും വെയിറ്റ് ലോസ് ഡ്രിങ്ക് തന്നെയാണ്. ഞാൻ സാധാരണ ഇങ്ങനെ വണ്ണം വെച്ചു എന്ന് തോന്നുമ്പോഴത്തേനും ഈ ഒരു സംഭവമാണ് കഴിക്കാറുള്ളത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഓട്സാണ് കഴിക്കുന്നത്. ഉപ്പ് ഇട്ടിട്ടുള്ള ഓട്സ് കഴിക്കും, ഷുഗറൊന്നും ഇടാതെ. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചിയ സീഡ്സ് വെള്ളത്തിലിട്ടിട്ട് അത് കുതിർത്തതും പിന്നെ ഓട്സും ബ്രൗൺ ഷുഗർ മധുരം വേണമെന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഹണി ഒഴിക്കാം. പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് അങ്ങനെ അതിട്ടിട്ട് കഴിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ നടക്കാനായിട്ട് പോയപ്പോഴത്തേനും ആമിയും കൊണ്ടാണല്ലോ പോയത്. അതുകൊണ്ട് ശരിക്കും നമ്മൾ സാധാരണ നടക്കുന്ന പോലെ അങ്ങനെ ഒരുപാട് റൗണ്ട് നടക്കാനൊന്നും പറ്റിയില്ല. കാരണം ആമിയെ ഒരാൾ നോക്കണം. അവൾക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പാർക്കിൽ കളിക്കാനാണ് ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി മാറി മാറിയാണ് ആമിയെ നോക്കുന്നത് കേട്ടോ. കാരണം അവളുടെ അടുത്ത് ഒരാൾ വേണമല്ലോ. പിന്നെ ആമിയെ കൊണ്ട് നടക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. കുട്ടികളല്ലേ, അവരങ്ങനെ നടക്കാറില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യം ഓരോരുത്തരായിട്ട് ഓരോ റൗണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് 3 റൗണ്ട് ഓടിയതിന് ശേഷം എന്നോട് നടക്കാനായിട്ട് പറഞ്ഞു. അപ്പോഴത്തേനും കൊണ്ട് അവൾക്കും വരണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ ഓടുകയും നടക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ നടക്കാനോ എക്സസൈസ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല കേട്ടോ. നമ്മൾ ഈ ഒരു പാർക്കിലാണ് സാധാരണ വരുന്നത്. ഞങ്ങളുടെ വീട്ടിനടുത്തുനിന്ന് കുറച്ച് ദൂരമുണ്ട്. പക്ഷേ എന്നാലും നല്ല വൃത്തിയുള്ളതും നല്ല ഫാമിലീസൊക്കെ വരുന്ന പാർക്കാണ്. അങ്ങനെ അവിടെ നിന്ന് ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേനും ഇറങ്ങി. ഞങ്ങൾ രാവിലെ ഒരു 8 മണിക്ക് പോയതാണ്. 9:30 ആയപ്പോഴത്തേനും അവിടെ നിന്ന് ഇറങ്ങി. തിരികെ വരുന്ന വഴിയിൽ നോക്കിയപ്പോഴത്തേനും നന്നായിട്ട് ചക്കപ്പഴത്തിൻ്റെ മണം വരുന്നുണ്ട്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഫ്രണ്ടിൽ ഇതുപോലെ ചക്ക വണ്ടിയിൽ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് നാട്ടിലത്തെ കാര്യം ഓർമ്മ വന്നു. നമ്മുടെ അവിടെയൊക്കെ ആണെങ്കിൽ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉള്ളതാണ് പ്ലാവൊക്കെ. അപ്പോൾ ഇവിടെ ഇങ്ങനെ പൈസ കൊടുത്താണ് മേടിക്കുന്നത്. നാട്ടിലും പല സ്ഥലങ്ങളിലും പൈസ കൊടുത്ത് ഇപ്പോഴും വാങ്ങാറുണ്ട്. പക്ഷേ എന്നാലും കണ്ടപ്പോഴത്തേനും ഒരു കൗതുകം തോന്നി, അങ്ങനെ എടുത്തതാണ്. പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഓട്സ് ആയിരുന്നു കഴിച്ചത്. ആമിക്ക് വേണ്ടിയിട്ട് പുട്ടുണ്ടാക്കി കൊടുത്തു. പിന്നെ കുട്ടികൾക്ക് അങ്ങനെ ഓട്സ് അധികം കൊടുക്കുന്നത് നല്ലതല്ലല്ലോ, അതുകൊണ്ടാണ്. അതിനിടയ്ക്ക് ഹസ്ബൻഡ് വേസ്റ്റൊക്കെ കൊണ്ടുപോയി കളയാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിനിയിപ്പോൾ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ ചിരകി വയ്ക്കുന്നതാണ്. അപ്പോൾ എനിക്ക് തേങ്ങ ചിരകാനായിട്ട് ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ ഈ ചിരവ എടുത്തിട്ട് ഇതുപോലെ കൗണ്ടർ ടോപ്പിൻ്റെ മേലെ വെച്ച് ഇങ്ങനെ ചിരകി നോക്കിയപ്പോഴത്തേനും കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ തറയിലിരുന്ന് ചിരകുന്നതിനേക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഞാനത് കൗണ്ടർ ടോപ്പിൻ്റെ മേലെ വെച്ചിട്ടാണ് ഇപ്പോൾ തേങ്ങ ചിരകി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് തേങ്ങ ചിരകാനായിട്ട്. മുന്നേയൊക്കെ ആണെങ്കിൽ ഞാനിങ്ങനെ നമ്മുടെ മിക്സഡ് ജാറിലിട്ടിട്ട് അടിച്ചിട്ട് അങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പോൾ ബ്ലേഡ് പെട്ടെന്ന് തേഞ്ഞ് പോയിട്ട് ജാറ് കേടായിപ്പോയി. അതിന് ശേഷം പിന്നീടാണ് ഞാൻ ഈ ചിരവ മേടിച്ചത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ തലേന്ന് ഫ്രൈഡേ നൈറ്റ് ഹസ്ബൻഡ് പോയിട്ട് മേടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഞാൻ തന്നെയാണ് മീനൊക്കെ ക്ലീൻ ചെയ്യുന്നത്. വലിയ മീനാണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് അവിടെ നിന്ന് തന്നെ ക്ലീൻ ചെയ്തിട്ട് വരും. അപ്പോൾ ഞാൻ ചെറിയ മീനായതുകൊണ്ട് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മീനൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് കംഫർട്ടും കൂടി യൂസ് ചെയ്തിട്ട് ഞാൻ തുടച്ചെടുത്തു. പിന്നെ സബീന പൗഡർ ഇട്ടിട്ടാണ് സിങ്ക് ഒന്ന് കഴുകിയത്. നന്നായിട്ട് കൈയൊക്കെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷമാണ് പിന്നീട് അന്ന് നോക്കിയപ്പോഴത്തേനും ഞാൻ മട്ട റൈസ് ഇതുപോലെ കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു 2 വിസിൽ കേൾപ്പിച്ചു. ആദ്യം ഒരു 3 വിസിൽ കേൾപ്പിച്ചു. അപ്പോൾ വെന്തോന്ന് നോക്കിയതാണ്. അപ്പോൾ വെന്തിട്ടില്ലെങ്കിൽ പിന്നീട് നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒരു 3 വിസിലും കൂടി കേൾപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒറ്റയടിക്ക് ഒരു 5-6 വിസിലൊക്കെ കേൾപ്പിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചില അരി നന്നായിട്ട് വേവുന്നതാണല്ലോ, അപ്പോൾ പെട്ടെന്ന് വെന്ത് പോകില്ലേ. അതുകൊണ്ട് ഞാൻ ആദ്യം ഒന്ന് 2-3 വിസിൽ കേൾപ്പിച്ചിട്ട് നോക്കിയിട്ട് നല്ല ചൂടുവെള്ളം ഒഴിപ്പിച്ചിട്ട് വീണ്ടും വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനിടയിൽ നമ്മൾ മീൻ കറിക്ക് വേണ്ടിയിട്ട് അരയ്ക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ മുളകും മല്ലിയൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ചൂടാക്കി വെച്ചിരുന്നല്ലോ, കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മുളക് പൊടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മീൻ കറി വയ്ക്കുന്നത്. അപ്പോൾ ഈ മുളക് പൊടി മല്ലിപ്പൊടിയും കൂടി ചൂടാക്കി വെച്ചേക്കുന്നത് ചിക്കൻ കറിക്കും മുട്ടക്കറിക്കും അതുപോലെ മീൻ കറിക്കും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ തീയലിനും ഒക്കെ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിങ്ങനെ ബൾക്കായിട്ട് എപ്പോഴും വറുത്ത് വെച്ചേക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ മീൻ കറി നമ്മുടെ ട്രിവാൻഡ്രം സ്പെഷ്യൽ മീൻ കറിയാണ്. അപ്പോൾ വറുത്ത് വെച്ചേക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് മീൻ കറി വയ്ക്കുന്നത്. അപ്പോൾ തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ടാണ് വയ്ക്കുന്നത്.
അങ്ങനെ ഇതൊക്കെ അടുപ്പത്ത് അരപ്പൊക്കെ ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനിടയിൽ കൈയോടെ തന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയിടുന്നുണ്ട്. ഞാൻ എപ്പോഴും കിച്ചണിൽ നിൽക്കുമ്പോൾ മാക്സിമം ക്ലീൻ ചെയ്ത് തന്നെയാണ് കുക്കിംഗ് കൂടി ചെയ്യാറുള്ളൂ. അല്ലാതെ എല്ലാം കൂടി ഒരുമിച്ച് ലാസ്റ്റ് ക്ലീൻ ചെയ്യാനായിട്ട് നിൽക്കത്തില്ല കേട്ടോ. എത്രയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്താലും ലാസ്റ്റ് നമുക്ക് ഒന്നും കൂടി അടിച്ച് തൂത്ത് വാരേണ്ടി വരും. എന്നാലും കൗണ്ടർ ടോപ്പ് എപ്പോഴും നീറ്റായിട്ട് വെച്ചേക്കാനായിട്ട് ശ്രദ്ധിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് മുരിങ്ങ ഇല കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും ഞാൻ തലേ ദിവസം തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് നന്നായിട്ട് കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ഗ്യാസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് പുറത്ത് പോയിക്കാണല്ലോ വേസ്റ്റ് കളയാനായിട്ട്. അപ്പോൾ ഞാൻ പോയിട്ട് ഗ്യാസൊക്കെ എടുത്ത് അകത്ത് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഗ്യാസ് സിലിണ്ടർ വെക്കുന്നത്. മുന്നേ ആണെങ്കിൽ കൗണ്ടർ ടോപ്പിൻ്റെ അടിയിൽ ആ സ്റ്റൗ ഇരിക്കുന്നതിൻ്റെ അടിഭാഗത്ത് 2 സിലിണ്ടർ ഒരുമിച്ച് വെക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബറുണ്ട് നമ്മുടെ ചാനലിൽ എപ്പോഴും വീഡിയോസ് ഒക്കെ ഇടുമ്പോഴത്തേനും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കമൻസൊക്കെ അറിയിക്കുന്ന ഒരു സബ്സ്ക്രൈബറാണ്. പേര് ഗംഗ എന്നാണ്. അപ്പോൾ ആ കുട്ടിയാണ് പറഞ്ഞത് സിലിണ്ടർ രണ്ടും കൂടി അടുത്ത് വെക്കരുതെന്ന്. അതിന് ശേഷം ഞാനിങ്ങനെ മാറ്റിയേ വെക്കുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാലൻസ് വന്നിട്ടുണ്ടായിരുന്ന വേസ്റ്റ് ഞാൻ കെട്ടി വെക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാനൊന്ന് കവറിലേക്ക് ആക്കി വെച്ചു. കൊണ്ടുപോയി പുറത്ത് വയ്ക്കുകയാണ്. എന്നാലാണ് വെളിയിൽ പോകുമ്പോഴത്തേനും ഓർമ്മിച്ച് കൊണ്ടുപോകുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ മറന്നു പോകാറുണ്ട് പലപ്പോഴും. പിന്നെ അത് കഴിഞ്ഞിട്ട് മുരിങ്ങയില തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് താളിച്ച് അതൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനിടയിൽ മീൻ കറിയൊക്കെ ആയി വന്നു. ഞാൻ ഈ ഒരു ഭാഗത്താണ് കുക്ക് ചെയ്തിട്ടുള്ള സാധനങ്ങൾ വെക്കുന്നത്. കൗണ്ടർ ടോപ്പിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വെക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പൊളിച്ചെടുക്കണം. ഇത് വെളുത്തുള്ളി ചതച്ചെടുക്കുന്നത് തോരത്തിന് വേണ്ടിയിട്ടാണ്. സാധാരണ ഞാൻ തോരന് ചിലപ്പോൾ ഇതുപോലെ മിക്സിയിൽ ജാറിലിട്ട് ഒരു അടി അടിക്കാറുണ്ട്. ഇതിപ്പോൾ ഞാൻ അല്ലാതെ കൈകൊണ്ട് തന്നെ ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നല്ല ജീരകവും കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടി മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൈയോടെ തന്നെ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്ത് ഇടുന്നുണ്ട്. അതെല്ലാം ഒരു സൈഡിൽ കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചോറും തൊട്ടപ്പുറത്ത് അടുപ്പത്ത് വെച്ചേക്കുവാണ്. എനിക്ക് ശരിക്കും കല്യാണം കഴിഞ്ഞ ടൈമിൽ തുടക്കത്തിൽ ഇതുപോലെ ഭയങ്കര സ്ലോ ആയിരുന്നു കുക്കിംഗ് ഒക്കെ ചെയ്യാനായിട്ട്. എന്ത് കാര്യവും ഭയങ്കര സ്ലോ ആയിട്ടാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ കോളേജൊക്കെ കഴിഞ്ഞിട്ട് പഠിച്ചിറങ്ങി വന്നതിന് ശേഷമാണല്ലോ നമ്മൾ ഈ കുക്കിങ്ങിന് ഒക്കെ കയറുന്നത്. നമുക്കങ്ങനെ കുക്കിംഗ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. വീട്ടിലെ അമ്മയാണല്ലോ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള ആ ഒരു സ്പീഡൊന്നും അന്ന് എനിക്കില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കുക്കിംഗ് ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് നമുക്ക് സ്പീഡ് വരുള്ളൂ. അപ്പോൾ ആരാണെങ്കിലും എൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ തുടക്കത്തിൽ നമുക്കിങ്ങനെ സ്പീഡില്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു കാര്യവും നമ്മൾ ചെയ്ത് പ്രാക്ടീസിലൂടെ തന്നെയാണ് നമുക്ക് ആ ഒരു സ്പീഡ് വരുള്ളൂ. അപ്പോൾ തുടക്കത്തിലേ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതുമാത്രമല്ല നമുക്ക് അറിയാത്ത കാര്യം നമ്മളിങ്ങനെ സ്പീഡായിട്ട് അർജൻറ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് കുക്കിംഗ് ചെയ്യുമ്പോഴത്തേനും ആ ആഹാര സാധനത്തിന് ഒരു ടേസ്റ്റ് കുറവായിട്ട് തോന്നും. അപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്ന ടൈമിൽ ഹസ്ബൻഡിൻ്റെ അച്ഛനാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇതുപോലെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുള്ളി ഇങ്ങനെ എനിക്ക് ഓരോന്നൊക്കെ പറഞ്ഞു തരാറുണ്ട്. പിന്നെ നന്നായിട്ട് എന്നെ ഹെൽപ്പും ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഒരാളുടെ സഹായം കൊണ്ട് മാത്രമാണ് നമുക്ക് തുടക്കത്തിലൊക്കെ മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ തലേ ദിവസം നമ്മളിങ്ങനെ കുറേ പ്രിപ്പറേഷൻസൊക്കെ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ ടൈം തൊട്ടേ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ അമ്മയൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. തലേ ദിവസം ഒന്നും അങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നത് കണ്ടിട്ടേ ഇല്ല. അമ്മയ്ക്ക് ഭയങ്കര സ്പീഡായിട്ട് അമ്മ കുക്കിംഗ് ഒക്കെ ചെയ്യും. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം തൊട്ടടുത്ത വീട്ടിലെ ആൻറ്റിയാണ് എനിക്ക് പറഞ്ഞു തന്നത് ഇതുപോലെ തലേ ദിവസം നമ്മളെല്ലാം കട്ട് ചെയ്ത് തേങ്ങയൊക്കെ ചിരകി വെക്കുകയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് എല്ലാം ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ നമ്മൾ പലരിൽ നിന്നാണ് പല കാര്യങ്ങൾ പഠിക്കുന്നതല്ലേ. നമ്മുടെ വീട്ടിൽ നിന്ന് പഠിക്കുന്നതിനേക്കാളുപരി നമുക്ക് ചുറ്റുമുള്ള പല ആളുകളും നമ്മളെ ഇങ്ങനെ സ്വാധീനിക്കും. അപ്പം ഞാൻ എപ്പോഴും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ചിന്തയാണ്. അപ്പോൾ എത്ര പേര് അങ്ങനെ സ്വയം അങ്ങനെ സംസാരിക്കാറുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കള്ളമൊന്നും പറയുന്നതല്ല, നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഏത് ജോലി ചെയ്യുമ്പോഴും എനിക്കെപ്പോഴും ഇങ്ങനെ കുറേ കാര്യങ്ങളിങ്ങനെ മൈൻഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കും. പലപ്പോഴും നമ്മുടെ വീഡിയോയിൽ സംസാരിക്കേണ്ട കാര്യങ്ങളാണെങ്കിലും അല്ലാത്ത കാര്യങ്ങളാണെങ്കിലും ഞാൻ ചെയ്തിട്ടുള്ള ലൈഫിൽ ഞാൻ ചെയ്തിട്ടുള്ള കുറേ മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ അങ്ങനെ ഞാനിങ്ങനെ അനലൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ എന്നോട് തന്നെ സംസാരിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അപ്പോൾ കുറേ മാത്രം ഐഡിയാസ് എനിക്ക് വരാറുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളുണ്ടെങ്കിൽ ഞാൻ സ്വയം അത് എൻ്റെ മനസാക്ഷിയോട് സംസാരിച്ച് ഞാൻ തന്നെ പലതിനും സൊല്യൂഷൻസ് കണ്ടെത്താറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് പാത്രം കഴുകുന്ന സമയത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചിന്ത ഇങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ എത്ര പേര് അങ്ങനെ എന്നെപ്പോലെ ചിന്തിക്കാറുണ്ടെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ അങ്ങനെ ഒരു ശീലം നിങ്ങൾക്കില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ഇനിയൊന്ന് ട്രൈ
ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് കുറേ വിഷമങ്ങളും പ്രയാസങ്ങളും നമുക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ കാണുമല്ലോ. നമുക്ക് മനുഷ്യരാണല്ലോ നമ്മളെല്ലാവരും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റാത്ത, മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മൾ സ്വയം ഒന്ന് അനലൈസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ സ്വയം ഒന്ന് സംസാരിച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റെ സൊല്യൂഷൻസ് കിട്ടാറുണ്ട്. അങ്ങനെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ഞാൻ ഇതുപോലെ മോര് കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പാത്രമൊക്കെ കഴുകിയിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചു, കിച്ചണിലെ കൗണ്ടർ ടോപ്പൊക്കെ. അതിനുശേഷം ഹസ്ബൻഡ് ഇതിനിടയിൽ പുറത്ത് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. ആമിയുടെ സ്കൂളിൽ നിന്ന് ടെക്സ്റ്റ് ബുക്കും ബാഗും ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി മേടിച്ചിട്ട് വന്നു. അപ്പോൾ സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന ബാഗാണ് അവർക്ക് യൂസ് ചെയ്യാവുള്ളൂ, പുറത്തുള്ള ബാഗൊന്നും യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് വെച്ചതിന് ശേഷം ഇനി അടുത്ത് നമുക്ക് ബുക്സൊക്കെ റാപ്പ് ചെയ്യാനുണ്ട്. അതൊക്കെ നെക്സ്റ്റ് ഡേ ഞാൻ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പുറത്ത് പോകുന്നുണ്ട്. ആമിക്ക് ഒന്ന് ലഞ്ച് ബോക്സ് മേടിക്കണമായിരുന്നു. അപ്പോൾ ആമിയുടെ ലഞ്ച് ബോക്സ് പഴയത് ഇരിപ്പുണ്ട്. അപ്പോൾ അവരുടെ സ്കൂളിൽ ഇതുപോലെ സ്റ്റീലിലുള്ള ലഞ്ച് ബോക്സ് യൂസ് ചെയ്യാവുള്ളൂ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരെണ്ണം മേടിച്ചതുണ്ട്, ഓവൽ ഷേപ്പാണ്. അപ്പോൾ ഞാൻ ഓർത്ത് ഒന്നും കൂടി മേടിച്ച് വയ്ക്കുകയാണെങ്കിൽ രണ്ടെണ്ണം മാറി മാറി അവർക്ക് കൊണ്ടുപോകാമല്ലോ. അപ്പോൾ ഞാൻ ശരിക്കും നോക്കി വന്നത് ഈ ഒരു ടൈപ്പല്ല, ഇങ്ങനെ അറേ പോലെ ഇരിക്കില്ലേ, നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതായത് അതിൻ്റെ ഒരു പുറത്ത് ഒരു പ്ലാസ്റ്റിക് പോലത്തെ കോട്ടിങ് വരുന്ന മോഡലാണെങ്കിലുണ്ട്. അപ്പോൾ പ്യുവർ സ്റ്റീലിലുള്ളത് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഈ ഒരു നേരത്തെ ഉണ്ടായിരുന്ന അതേ മോഡലിൽ തന്നെയുള്ളത് ഇവിടെ ഉള്ളൂ. അപ്പോൾ പിന്നെ വേറെ കടകളിലൊന്നും ഞങ്ങൾ അന്വേഷിച്ച് കയറിയില്ലായിരുന്നു. അങ്ങനെ പിന്നെ ലാസ്റ്റ് ഹസ്ബൻഡിൻ്റെ കയ്യിലിരുന്ന ആ ഒരു സ്ക്വയർ ടൈപ്പിലുള്ളത് എടുത്തു. ആമിക്ക് ആ ഒരു ഷേപ്പിലുള്ളത് മതിയെന്ന് പറഞ്ഞു. ശരവണയിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ബോക്സസ് ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ അത്യാവശ്യമായിട്ട് എടുത്തതൊന്നും അല്ല, നമുക്ക് രണ്ടെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ അവൾക്കിങ്ങനെ മാറി മാറി കൊടുത്തേക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ സ്റ്റീലായതുകൊണ്ട് തന്നെ കേടാവത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചത് ഒന്നും ചെയ്തിട്ടില്ല, അത് ഇച്ചിരി ചെറുതുപോലെ എനിക്ക് തോന്നി. ഇനിയിപ്പോൾ ചോറൊക്കെ കുറച്ച് അധികം കഴിക്കുമല്ലോ കുട്ടികൾ, അപ്പോൾ അവൾക്കൊരു ഇച്ചിരി വലുത് തന്നെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ VR ചെന്നൈയിലാണ് പോയത്. അപ്പോൾ അവിടെ വന്നപ്പോഴത്തേനും വൈകുന്നേരത്തെ ടീ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ബ്ലാക്ക് കോഫിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബ്ലാക്ക് ടീ ആണ് സാധാരണ കുടിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ അതില്ലാത്തത് കൊണ്ട് ബ്ലാക്ക് കോഫി ഞങ്ങൾ രണ്ടുപേരും മേടിച്ചു. എനിക്കും ആമിക്കും. ഹസ്ബൻഡിന് കോഫിയാണ് എടുത്തത്. അത് കഴിഞ്ഞിട്ട് നേരെ മാളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ആമിക്ക് 2 ദിവസം കൊണ്ടേ പറയുന്നുണ്ട് ഇതുപോലെ ഗെയിം സോണിൽ കൊണ്ടുപോകണമെന്ന്. അപ്പോൾ അവളെ ഒന്ന് കളിപ്പിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ശരിക്കും ഇവിടെ വരുവാണെങ്കിൽ ഞാനും ആമിയും കൂടെ അടിയുണ്ടാക്കും. കാരണം എനിക്കാണ് ഇത് കളിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഹസ്ബൻഡ് ഞങ്ങളെ രണ്ടുപേരെയും കൊണ്ട് മാനേജ് ചെയ്യാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ ആമിയെ കുറച്ച് റൈഡ്സിലൊക്കെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇങ്ങനെ റീചാർജ് ചെയ്തിട്ടാണല്ലോ നമ്മൾ കളിക്കേണ്ടത്. അപ്പോൾ മാക്സിമം ഞാനിങ്ങനെ മറ്റേ ടിക്കറ്റ്സ് കിട്ടുന്ന ആ ഒരു ഗെയിമാണ് ഞാൻ കളിക്കുന്നത്. അങ്ങനെ ഒരു 4 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ വീണ്ടും എനിക്ക് കളിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേനും ആമിയെ വഴക്കുണ്ടാക്കി അവിടെ കിടന്ന് കരച്ചിലായി ബഹളമായി. പിന്നെ ലാസ്റ്റ് ഹസ്ബൻഡ് കൊണ്ടുപോയിട്ട് അവളെ എല്ലാ റൈഡ്സിലും കയറ്റുകയാണ് ചെയ്തത്. എന്നെ കുറേ വഴക്കും പറഞ്ഞു. പിന്നെ അങ്ങനെ ഈ നമ്മുടെ ഈ ഒരു കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു റോളില്ലേ, അതിൽ ടിക്കറ്റ്സാണ്. അപ്പോൾ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേനും നമുക്ക് പോയിൻറ്റ്സ് ആഡാവും. അപ്പോൾ അതിലുള്ള ഗിഫ്റ്റ് നമുക്ക് ഇതിനകത്തുനിന്ന് ഷോപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഓരോന്നിനും ഓരോ പോയിൻറ്റ്സാണ്. അപ്പോൾ നമുക്ക് 1800 പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3 ചോക്ലേറ്റും പിന്നെ ഇത് ഫ്രിഡ്ജ് മാഗ്നറ്റാണ്. ഞാൻ കുറേ നാളായിട്ട് അന്വേഷിക്കുന്നൊരു സാധനമാണ്. അപ്പോൾ ബനാനയുടെ ഷേപ്പുള്ളൊരു മാഗ്നറ്റ് കിട്ടി, ഫ്രിഡ്ജ് മാഗ്നറ്റാണ്. പിന്നെ ആമിക്ക് ചെന്ന ഉടനെ ഒരു ബബിൾസ് കണ്ടു. പിന്നെ അതിൽ ഒരു ബോട്ടിൽ എടുത്തു, പിന്നെ ഒരു ജ്യൂസും കൂടി എടുത്തു. അപ്പോൾ ഇത്രയും രൂപയ്ക്ക് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് താഴെ നോക്കിയപ്പോഴത്തേനും ഫാഷൻ ഷോ നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കാണാനൊന്നും നിന്നില്ല, പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പോപ്പോയ്സ് ചിക്കനിലേക്ക് കയറിയിട്ട് കഴിക്കാനായിട്ട് ഇരുന്നു. അപ്പോൾ അവിടെ ഷോപ്പ് അടയ്ക്കാറായി എന്ന് പറഞ്ഞു. ഒരു 8 മണി കഴിഞ്ഞപ്പോഴത്തേനും അവരവിടെ നിന്ന് പാഴ്സലായിട്ടാണ് കൊടുത്തു വിടാനായിട്ട് തുടങ്ങിയത്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് പാഴ്സലും മേടിച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ആമിക്ക് ഈ ഒരു ഷേപ്പ് മതിയെന്ന് പറഞ്ഞു. ആദ്യം ഞാൻ സ്ക്വയർ ടൈപ്പാണ് എടുത്തത്, പിന്നീട് ഇത് മതിയെന്ന് പറഞ്ഞു. പിന്നെ ഇത് കറി കൊണ്ടുവന്ന ബോക്സാണ്. അപ്പം ഇത് രണ്ടും ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ റേറ്റ് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.